30+ മുകളിൽ പോകുമ്പോൾ നമ്മുടെ മെൻ്റൽ ഹെൽത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ ശരീരത്തിന് അറിയാലോ ഒരുപാട് പ്രോട്ടീനും മറ്റു കാര്യങ്ങളും വേണം. അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിന് ഒമേഗ, വൈറ്റമിൻ ഡി, അതുപോലെ മഗ്നീഷ്യം ആവശ്യമാണ്. അപ്പോൾ ഇത് നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങളുടെ ഫുഡ് സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക. അടുത്തത്, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ ബേൺ ഔട്ട് ആവാനായിട്ട് സാധ്യതയുണ്ട്. അതായത് ബ്രെയിനിന് ഒരു ബ്രേക്ക് വേണം. അപ്പോൾ സ്ക്രീൻ ടൈം കുറയ്ക്കുക, അതുപോലെ തന്നെ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക, കുറച്ചൊരു സൈലൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് നേരം സൈലൻ്റായിട്ട് ഉള്ള ഒരു നമ്മളുടെ ഉള്ളിലേക്ക് തന്നെ അല്ലെങ്കിൽ സെൽഫിലേക്ക് തന്നെ നോക്കുന്ന രീതിയിൽ നമ്മളൊരു പ്രാക്ടീസ് കൊണ്ടുവരിക. അടുത്തതായിട്ട് നമ്മുടെ ഹോർമോണുകൾ ഒരുപാട് ചേഞ്ചസ് വരും. ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, ടെസ്റ്റോസ്റ്റിറോൺ, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഡ്രോപ്പ് ചെയ്ത് പോകുന്നതനുസരിച്ച് നമ്മൾ എക്സസൈസുകൾ കൂട്ടിക്കൊണ്ടുവരണം. ഫിസിക്കൽ എക്സസൈസുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അടുത്തതായിട്ട് നമ്മളൊരു മെൻ്റൽ ഹെൽത്ത് റുട്ടീൻ പ്രാക്ടീസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ജേർണലിംഗ് ചെയ്യാം. നമ്മൾ ഡെയിലി നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് എഴുതാം. അതല്ലെങ്കിൽ ഡീപ്പായിട്ടുള്ള ബ്രീത്തിങ് എക്സസൈസുകൾ പ്രാക്ടീസ് ചെയ്യുക. ദെൻ മൈൻഡ്ഫുൾ ആയിട്ടിരിക്കുന്ന പല കാര്യങ്ങളും നമുക്കതിലേക്ക് കൊണ്ടുവരാം. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴും സോഷ്യൽ ബോണ്ടിങ് കൂട്ടിക്കൊണ്ടുവരിക. നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് അകന്നു പോകുന്ന രീതിയിൽ കാര്യങ്ങൾ വരാൻ കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് വരും. നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു വ്യക്തിയായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ബന്ധങ്ങൾ, നല്ല കൂട്ടുകാരെ കണ്ടുപിടിക്കാനും സോഷ്യൽ ബോണ്ടിങ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും ശ്രമിക്കുക.